ദുബായ്. ഷെയ്ഖ് സായിദ് എന്ന് പറയുന്ന വലിയ മനുഷ്യൻ്റെ ദീർഘവീക്ഷണവും ഷെയ്ഖ് മുഹമ്മദ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഭരണാധികാരിയുടെ ധിഷണാപൂർവമായ ഇടപെടൽ കൊണ്ടും മണലാരണ്യത്തെയും പച്ചപ്പാക്കിയ മാറ്റിയ മഹാനഗരം. ഒരുപാട് ആളുകൾ സ്വപ്നങ്ങൾ കൊണ്ടും ഒരുപാട് ആളുകളുടെ വന്ന് സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയും ചെയ്ത ഈ മഹത്തായ ഭൂമിയിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു അഭിമാന സ്തംഭത്തിൻ്റെ കൂടെയാണ്. കാരണം ഇന്ത്യക്കാർക്ക് എക്കാലത്തും അഭിമാനിക്കാവുന്ന, ഒപ്പം ഇന്ത്യൻ ഓഫ് റോഡുകളിൽ സജീവമായിട്ടുള്ള മഹീന്ദ്രയുടെ ഥാർ എന്ന് പറയുന്ന മോഡലാണ് ഇത് നമ്മളുടെ കൂടെയുള്ളത്. നമ്പർ പ്ലേറ്റ് കണ്ടു കഴിഞ്ഞാൽ KL17W 2866. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒമാനിൻ്റെയും ഷാർജയ്ക്കും ഇടയിലുള്ള ഒരു വലിയ മരുഭൂമിയിലാണ്. എങ്ങനെയാണ് ഈ താർ ഇവിടെ എത്തിയതെന്നല്ലേ? അതുതന്നെയാണ് ഇന്നത്തെ നമ്മളുടെ കണ്ടൻറ്റ്. എല്ലാ കൂട്ടുകാർക്കും കാർ ഹണ്ടിൻ്റെ, അതായത് ഇന്ത്യയിൽ നിന്ന് കടൽ കടന്ന് മരുഭൂമിയിലെത്തിയ താറിനെ കുറിച്ച് പറയുന്ന പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാർനെറ്റ് എന്ന് പറയുന്ന സംവിധാനത്തോട് കൂടിയിട്ടാണ് ഈ വാഹനം ശരിക്കും ഇപ്പം ദുബായിൽ എത്തിയിട്ടുള്ളത്. കേരള രജിസ്ട്രേഷനാണ്. നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ ഹാഫിസും അതുപോലെ തന്നെ ഹിജാസും അവരുടെ വേൾഡ് യാത്രയുടെ ഭാഗമായിട്ടാണ് ഈ വാഹനത്തെ ദുബായിൽ എത്തിച്ചിട്ടുള്ളത്. ഇത് ഹിജാസ്, അതുപോലെ തന്നെ ഇത് ഹാഫിസ്. ഈ താർ ഇവിടെ എത്തിയതിനേക്കാളും എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 19 വയസ്സും 22 വയസ്സുമാണ് എന്നുള്ളതാണ്. ഒരിക്കലും നമ്മൾ പോലും ചിലപ്പം ചിന്തിക്കാൻ പറ്റാത്തൊരു പ്രായത്തിൽ ഇത്തരം വലിയൊരു കാര്യം ചെയ്തു എന്നുള്ളതിനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതിലേക്ക് വരാം. അതിനു മുമ്പ് 2-3 ആളുകളെ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. ഒന്ന് അബു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാദൃശികമായിട്ട് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത രൂപത്തിൽ പരിചയപ്പെട്ടൊരു മനുഷ്യനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാർ ഹണ്ടിന് വന്ന സമയത്ത് ദുബായിൽ വെച്ചൊരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയും ചില സാഹചര്യം കൊണ്ട് തിരികെ പോകേണ്ടി വന്നു. അന്ന് സ്വന്തം എന്താ പറയുക, അത് എനിക്ക് വർണ്ണിക്കാൻ വാക്കുകളില്ല. അങ്ങനെ എന്നെ കെയർ ചെയ്ത ഒരു മനുഷ്യനാണ് അബു. ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറക്കൂല എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ. ഇങ്ങനത്തെ വളരെ കുറഞ്ഞ മുഖങ്ങൾ മാത്രമേ എൻ്റെ ജീവിതത്തിലുള്ളൂ. അതിലൊരാളാണ് അബു. ശരിക്കും ദുബായിൽ സെറ്റിൽഡാണല്ലോ അബു? ഫാമിലിയൊക്കെ ദുബായിൽ തന്നെയാണ്. അതുപോലെ തന്നെ അസ്ലംക്ക് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ, ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചിട്ട്. അപ്പോൾ ഇനിയും ഞാൻ നന്ദി പറയില്ല, അതാണ്. അപ്പോൾ അബു, അതുപോലെ തന്നെ റോഹനെ പിന്നെ എല്ലാവർക്കും അറിയാം. റോഹൻ UAE ബേസ്ഡ് ആയിട്ടുള്ള ഓട്ടോ വ്ളോഗറാണ്. നമ്മളുടെയൊക്കെ മുമ്പേ സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ ഹംബിൾ ആൻഡ് എന്താ പറയുക, ജെൻറ്റിലായിട്ടുള്ളൊരു മനുഷ്യൻ. ഒരുപാട് സെലിബ്രിറ്റികളൊക്കെ കണക്ഷനുള്ള വലിയ സെലിബ്രിറ്റി ആയിട്ടുള്ളൊരു യൂട്യൂബറാണ്. നമുക്ക് ദുബായിൽ ഒരുപാട് സപ്പോർട്ട് നൽകുന്നതും റോഹൻ തന്നെയാണ്. റോഹൻ്റെ ചാനൽ എല്ലാവർക്കും അറിയാം, റോഹൻ റോബർട്ട് മലയാളവും 2 ചാനലുണ്ട്, ഇംഗ്ലീഷിലും മലയാളത്തിലും വ്ളോഗ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ജാസിക, ഞങ്ങളെ അർബാബ്, അതായത് ദുബായിൽ ഞങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും തരുന്ന, ഞങ്ങളെ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്ന വയർലെസ് ഒക്കെ ഉണ്ട് ഞങ്ങളുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ജാസിക. അപ്പോൾ ഇതാണ് ആദ്യം എനിക്ക് പരിചയപ്പെടുത്താനുള്ള 3 ആൾക്കാർ. ഇനി നിങ്ങളങ്ങോട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് പറയാം. അപ്പോൾ ഇനി നമുക്ക് താറിനെ കുറിച്ച് പറയാം. ബ്രോ, ശരിക്കും ഞാൻ ആത്മാർത്ഥമായിട്ടൊരു കാര്യം ചോദിക്കണം, എങ്ങനെയാണ് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് തോന്നിയത്? കൺസെപ്റ്റ് ലോകം ആദ്യം ആർക്കാദ്യം തോന്നി? അതെല്ലാം 19 വയസ്സുകാരൻ്റെ ബുദ്ധിയാണ്. ഞാൻ കേരള ടു കാശ്മീർ ചെയ്ത ആളാണ് കഴിഞ്ഞ കൊല്ലം ജനുവരിയിൽ. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ലോകം കാണണം എന്ന് തോന്നി. അന്നേരം ഞാൻ ആദ്യം പ്ലാൻ ചെയ്ത് ഫ്ലൈറ്റിലാണ്. ഫ്ലൈറ്റിലാകുമ്പോൾ ചില രാജ്യങ്ങളിലേക്ക് ഫ്ലൈറ്റ് ഇല്ല. ഞാൻ മിക്കവാറും ഡേഞ്ചറസ് രാജ്യങ്ങളാണ് എടുത്തത്. സുഡാൻ, ആഫ്രിക്കൻ റീജിയൻസ് ആണ് എടുത്തത്. കാരണം ഡേഞ്ചറസ് ആയതുകൊണ്ട് അവിടെ റോഡൊന്നും ഇല്ല. മറ്റേ റോഡുണ്ട്, ഫ്ലൈറ്റ് മാർഗം ഇല്ല, നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല, കണക്റ്റഡ് ആയിട്ടേ പോകാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ എല്ലാം കാറിൻ്റെ പേപ്പർ അപ്രൂവലാണ്. ഞാൻ നോക്കിയപ്പോൾ ഓർത്തു, എൻ്റെ നാട്ടിലൊരു വണ്ടി, എൻ്റെ KL വണ്ടിയും കൊണ്ട് എനിക്ക് ആദ്യം UAE എത്തണമെന്നുണ്ടായിരുന്നു. കാറ് ക്വാഡ് വീലർ ആദ്യമായിട്ട് എത്തിച്ചത് ഞാൻ തന്നെയാണ്. അപ്പോൾ അത് ഞാൻ എടുത്തു. ഞാനിവിടെ വന്ന് ഫസ്റ്റ് മിഡിൽ ഈസ്റ്റ് ഫണ്ടിൽ കാല് കുത്തിച്ചു. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പറയുമ്പോൾ ഒരു 2-3 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർന്നു. പക്ഷെ വലിയ എഫേർട്ടാണ്. ഒരുപാട് ഡൽഹി യാത്രകൾ, മുംബൈ യാത്രകൾ, കാർനെറ്റ് ഓഫീസിന് മുമ്പിലുള്ള നിരന്തരമായിട്ടുള്ള ഇടപെടലുകൾ, കാർനെറ്റ് ഓഫീസിൽ പോയി ഇരുന്ന് കിടക്കൊക്കെ കിടന്നുറങ്ങിയിട്ട് ഒക്കെ പാസ്സാക്കി എടുത്താണ്. ഹിജാസ് ബ്രോ, ഹാഫിസ് ബ്രോ ഇങ്ങനെ ഒരു പദ്ധതിയുമായിട്ട് ആദ്യം വന്ന് കണ്ടപ്പോൾ മനസ്സിൽ ആദ്യം തോന്നിയ കാര്യം എന്താ? ഇങ്ങനെ ചിരിച്ചു തള്ളി. ഇതേപോലെ ഇത് ഞങ്ങളിപ്പോ പറയണവർ ചിരിച്ചു തള്ളണ പോലെ ഞാനും ഒന്ന് ചിരിച്ചു തള്ളി. പിന്നെ എപ്പോഴാണ് ഇത് ഒരു സീരിയസ് ആയിട്ട് തോന്നിയത്? എപ്പോഴാണ്? പിന്നെ ഇവൻ കളിയല്ല കാര്യമാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് സീരിയസ് ആണെന്ന് മനസ്സിലായത്. ഇപ്പം ഇത് കാണുന്ന ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടായിരിക്കും. 19 വയസ്സും 22 വയസ്സും വീട്ടിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവില്ലേ? ഒരു മതിൽക്കെട്ടിനുള്ളിൽ ഉപ്പം ഉമ്മൊക്കെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരിക്കും. അവരോട് എന്താണ് അവരുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് എങ്ങനെയാണ്? എല്ലാവർക്കും സ്വപ്നങ്ങളാണ്. സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് ഞാനും ഇക്കായും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നത്. സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ എത്രയും മുന്നേ പറ്റുന്നോ അത്രയും. ഇപ്പൊ ലൈഫൊക്കെ കുറഞ്ഞു വരുമല്ലോ, എല്ലാവരും ആയുസ് കുറഞ്ഞു വരുമല്ലോ. വീട്ടുകാരെങ്ങനെയാണ്? സപ്പോർട്ടാണോ?
കുഴപ്പമില്ല, തുടങ്ങിയപ്പോൾ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ന്യൂസ് കവറേജ് എല്ലാം ആയി കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി നിങ്ങൾ പിന്നോട്ട് പോകില്ല മോശമായ കാര്യത്തിലല്ലേ നമ്മൾ വന്നേക്കുന്നത്. അല്ലാണ്ട് മക്കളെ പോകുന്നു പറഞ്ഞിട്ടൊന്നുമില്ല. എൻ്റെ വീട്ടിൽ ഇതുവരെയായിട്ടും മകനെ പോകുന്നു പറഞ്ഞിട്ടില്ല. ചെയ്യുകയാണെങ്കിൽ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ചെയ്തോളാം എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ശരിക്കും ഒരു ഡെസേർട്ട് ഡ്രൈവിന് സ്റ്റാർട്ടിങ്ങിലാണ്. അതായത് ഇപ്പം ഒരുപാട് വണ്ടികൾ അവിടെ നമുക്ക് ലൈനപ്പായിട്ട് നിൽക്കുന്നുണ്ട്. FJ ഉണ്ട്, സഫാരി ഉണ്ട്, അതുപോലെ തന്നെ ജീപ്പിൻ്റെ 2 ഡോർ ഉണ്ട്, അതുപോലെ തന്നെ 4 ഡോർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു LC ഉണ്ട്. ഈ താറും ഉണ്ട്. നിങ്ങളിപ്പോൾ ഇപ്പം ദുബായിൽ ഒരുപാട് ഡെസേർട്ടിൽ അതുപോലെ ഓഫ് റോഡൊക്കെ പോയി, എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഫീൽ ചെയ്തു? പ്രശ്നം ഞാൻ വേറൊരു കാര്യം, നാടിനെ കുറ്റം പറയണല്ല, ഞാൻ നാട്ടില് ഏർവാടി എന്ന് പറഞ്ഞ പള്ളി തമിഴ്നാട് വരാൻ പോയപ്പോൾ അതിൻ്റെ അകത്ത് 3 വാർണിംഗ് ലൈറ്റ് എത്തി. നമ്മുടെ സെൻസറുകൾ അടിക്കുന്നതും സെൻസറിന്റെ ക്വാളിറ്റി ഒക്കെ കാരണമായിരിക്കും. പക്ഷെ ഇവിടെ ഇതുവരെ ഡെസേർട്ടിൽ ഞാൻ ഇങ്ങനെയൊക്കെ ഇറക്കിയിട്ടും എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. അശ്രദ്ധ കൊണ്ട് ഞങ്ങൾക്ക് ഓടിക്കാൻ പറ്റായിക എന്നുള്ളൊരു പ്രശ്നമുള്ളൂ, അല്ലാണ്ട് വണ്ടിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ഓടിക്കാൻ അറിയുന്ന ആളാണ് ഈ വണ്ടി എവിടെയും പോകും. ശരിക്കും ഓരോ ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന നിമിഷമാണ് ശരിക്കും നമ്മളിപ്പോൾ നിൽക്കുന്നത്. കാരണം ഇന്ത്യക്ക് വേണ്ടിയിട്ട് മഹീന്ദ്ര എന്ന് പറയുന്ന ഇന്ത്യൻ നിർമ്മാണ കമ്പനി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര അല്ലേ, ഒരുപാട് മോഡലുകൾ ഇറക്കിയിട്ടുണ്ട് വർഷങ്ങളായിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഓഫ് റോഡിൽ നമ്മൾ നേരത്തെ റീൽസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുന്നും മലകളും അനായാസേന കയറി പോകുന്ന ഇന്ത്യയിലെ ഒരു വാഹനം മഹീന്ദ്രകളാണ് അധികം ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സാധനം ആ അതിർത്തി, അതായത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൻ്റെ അതിർത്തി മറികടന്നിട്ട് വേറൊരു രാജ്യത്ത് വേറൊരു ടെറൈനിൽ നമ്മളൊന്നും ആസ്വദിക്കാത്തൊരു ഏരിയയിലൊക്കെ വന്ന് നിൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയ കാര്യമാണ്. അത് ആരും ചിന്തിക്കുന്നില്ല. ഒരു കാര്യം പറയണ ഇവിടെ അതിലും സെറ്റപ്പ് ഈ കിടക്കുന്ന വണ്ടിയല്ല ഇതിനേക്കാൾ 5 ഇരട്ടി. പക്ഷേ ഇപ്പം ഞങ്ങൾ ഈ വണ്ടികൾ ഇങ്ങനെ കോൺവോ ആയിട്ട് വരുമ്പോൾ എല്ലാവരും നോക്കുന്ന ആ വണ്ടി ഏതാ. ഇന്നലെ ഞങ്ങൾ ഇതേപോലെ രാത്രി മറ്റേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ നിന്ന സമയത്ത് ഒരു ഈജിപ്ഷ്യൻ അവൻ കുറേ നേരമായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ബ്രോ ഹൗ ഇറ്റ് ബിക്കം റൈറ്റ് സൈഡ് എന്ന്. ഇതെങ്ങനെ റൈറ്റ് സൈഡ് ആയിരുന്നു? അപ്പോൾ ഞാൻ പുള്ളീനെ കൊണ്ടുവന്ന് നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ അപ്പോൾ ഞാൻ ഇടയ്ക്ക് നമ്മളെ ഇന്ത്യക്കാരുടെ ഇന്ത്യൻ വണ്ടി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ വാസ് സോ ഹാപ്പി. അപ്പോൾ എന്തായാലും ബ്രോ ഒന്നും പറയാനില്ല, ഹാറ്റ്സ് ഓഫ്. പ്രത്യേകിച്ച് ഈ ഒരു പ്രായത്തിൽ ഇത്രയും വലിയൊരു എഫേർട്ട്, അതും ആരും ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. അല്ല, ഇതും ഇപ്പോഴും നിങ്ങൾ പറഞ്ഞാൽ വലിയൊരു ജോബ് ചെയ്തു. ആയിട്ടില്ല എന്ന് എനിക്കറിയാം, അതെല്ലാ മഹാന്മാരും അങ്ങനെ തന്നെ പറയാല്, ഒന്നും ആയിട്ടില്ല. അത് അല്ലേ, എല്ലാവരും അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ പറയാം. പക്ഷേ ഞങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നവരാണ് കൂടുതലും വരുന്നത്. അത്രയല്ല, ഇതിൽ വേറെ ഒരു സെക്ഷൻ വരുന്നത് ഫുള്ള് ഞങ്ങൾ. പ്രവാസികൾ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വണ്ടികൾ ഇഷ്ടപ്പെടുന്നവർ, അത് അതിനെ ജീവന തുല്യം സ്നേഹിക്കുന്ന ആളുകൾ. ഈ നമ്പർ പ്ലേറ്റ് കാണുമ്പോൾ ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് വാ മക്കളെ, അതാണ്, അതൊരു വികാരമാണ്. നമ്മളെ നാട്ടിലെ KL 17 അല്ലെങ്കിൽ KL 55 KL 10 ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ ഉള്ളിൽ നിന്നൊരു സാധനം കണ്ട് വരും അറിയാതെ അല്ലേ. വേറെ ഒരെണ്ണം പറയുമ്പോൾ ഇവര് പിന്നെ നോക്കും, കാരണം ഇവിടെ ഓരോ ദിവസങ്ങൾ ചേഞ്ചേഴ്സ് വരും. ദുബായിയുടെ പ്ലേറ്റ് നോക്കും. അപ്പോൾ എന്തായാലും ഒന്നും പറയാനില്ല, വേൾഡ് റൈഡാണ്, ഒരുപാട് രാജ്യങ്ങൾ കവർ ചെയ്യാനുണ്ട്. എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ ഭാഗത്തുനിന്നും എന്നെ കാണുന്ന ആളുകളുടെ ഭാഗത്തുനിന്നും എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾക്കുണ്ടായിരിക്കും. എന്താവശ്യം ഉണ്ടെങ്കിലും എപ്പോഴും ബന്ധപ്പെടുക. പിന്നെ പൊളിക്കുക, അതാ പറയുള്ളൂ, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. കാരണം നിങ്ങളെ മുന്നിൽ ഞാൻ ചെറുതായി പോയില്ല. കാരണം അല്ല, ഞാൻ ഇന്നലെ ഇക്കാലത്താണ് ചോദിച്ചത്, ഈ വണ്ടി ഇത്ര 74,000 കിലോമീറ്റർ ഞങ്ങൾക്ക് വന്നിട്ട് ഇത്ര ഓടുന്ന മിക്കവാറും നീ ഒന്നും പേടിക്കണ്ട പോക്കോളാൻ പറഞ്ഞു. അല്ല, ട്രസ്റ്റാണ്, മഹീന്ദ്രയോടുള്ള ട്രസ്റ്റാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊക്കെ ഇവർ അൺനോൺ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. അൺനോൺ ഡെസ്റ്റിനേഷൻ 17 അൺനോൺ ഡെസ്റ്റിനേഷൻ 17 എന്ന് പറഞ്ഞാൽ KL 17 എടുത്തിട്ടാണല്ലേ. അപ്പോൾ ആ ചാനലിൽ ഇവരുടെ യാത്രകളുടെ വിശേഷങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻസ്റ്റാഗ്രാം ഉണ്ട്, എല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ എഫേർട്ട് എടുക്കുന്ന ആളുകൾക്ക് വേണ്ടത് സപ്പോർട്ട് മാത്രമാണ്. നമ്മൾ പൈസ കൊടുക്കുകയോ നമ്മൾ അവരെ സഹായിക്കുകയോ ഒന്നും ആവശ്യമില്ല. നമ്മളെ കൊണ്ട് കൊടുക്കാൻ കഴിയുന്ന ഒരു സപ്പോർട്ട്, ചിലപ്പോൾ ഒരു ലൈക്ക്, അതെ, ഒരു ലൈക്ക്, ഒരു കമൻറ്റ്, അതൊക്കെയാണ് നമ്മളുടെ എല്ലാവരുടെയും എനർജി. ഇത്രയും എഫേർട്ട് എടുത്ത് നമ്മൾ വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ എത്ര എഫേർട്ട് എടുത്ത് ഒരു യാത്ര പോകുന്നതിൻ്റെ ഒക്കെ എനർജി അത് മാത്രമാണ്. ഒന്നും കൊടുക്കാൻ കഴിയാത്തൊരു അതെങ്കിലും കൊടുക്കുക, അതാണ് ഏറ്റവും വലുത്. പുഞ്ചിരി ഒരു ധർമ്മമാണെന്നൊക്കെ നമ്മൾ പറയാറില്ല, അതേപോലെ. അപ്പോൾ അത് നമ്മളെല്ലാവരും ചെയ്യാം. പിന്നെ ഞങ്ങളുടെ ചാനലിൽ ഇട്ടുണ്ട് ഇതെങ്ങനെ ഒരു ഇപ്പം എല്ലാവർക്കും ഇക്കാക്കും ആഗ്രഹം ഉണ്ടാവില്ല എൻ്റെ വണ്ടി. തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനലിൽ എല്ലാം ഇട്ടുണ്ട്. പിന്നെ എൻ്റെ ഇൻസ്റ്റയിലോ ആരുടെ ഇൻസ്റ്റയിലോ കയറിയാലും ഫുൾ സപ്പോർട്ട് ചെയ്ത് തന്നേക്കാം. എല്ലാ ആയിട്ട് ടൈംസിലാണ് നമ്മൾ പോകുന്നേക്കുന്നത്. ആരെയും വെറുപ്പിച്ചിട്ടൊന്നുമില്ല. എല്ലാവരും ഷിപ്പിംഗ് ലൈൻ ആയാലും കമ്പനി ആയാലും നമ്മൾ ഉപദ്രവിച്ചാലും നമ്മുടെ സ്നേഹത്തിലാണ്. കാരണം അടുത്ത പ്രാവശ്യം നമ്മുടെ മലയാളിക്ക് വരുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവരുത്, അതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ശരിക്കും കാർ ഹണ്ടിൻ്റെ യാത്രയിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മൊമെൻറ്റും ഒരു വീഡിയോ ആണിത്. കാരണം നമ്മൾ ദുബായിൽ കിട്ടുന്ന വണ്ടികൾ റിവ്യൂ ചെയ്യാൻ വന്നവർ, നമ്മുടെ നാട്ടിൽ സുലഭമായൊരു സാധനം, ഇവിടെ വളരെ റെയറായൊരു സാധനം ദുബായിൽ വെച്ച് റിവ്യൂ ചെയ്യാൻ കഴിഞ്ഞതിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഇവിടെ ഇല്ല, ആകെ ഈ ഒരു സാധനമേ ഉള്ളൂ. അത് നമുക്ക് ഇവിടെ വെച്ച് വീഡിയോ ചെയ്യാൻ പറ്റിയതിൽ ഞാൻ മറ്റേ സാഹിത്യപരമായി പറയണമെങ്കിൽ കൃതജ്ഞരാണ്. ഐ എം സോ താങ്ക്ഫുൾ ടു യു. ഞങ്ങളെ കവർ ചെയ്തതിലും വളരെ സന്തോഷമുണ്ട്. അത് ഞാനത് തീർച്ചയായിട്ടും ചെയ്യണം. കാരണം ഇവരുടെ എഫേർട്ട് കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്നുള്ളതാണ് സത്യം.
അപ്പോൾ എന്തായാലും കാർ ഹണ്ടിൻ്റെ വ്യത്യസ്തമായിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു. നമ്മളുടെ റോയൽ ഡ്രൈവിനെ കുറിച്ച് അറിയോ? റോയൽ ഡ്രൈവ് കേട്ടിട്ടുണ്ടോ? അവരാണ് നമ്മളെ കാർ ഹണ്ട് സ്പോൺസർ ചെയ്തത്. അതെ. ചെയ്തത്. അപ്പം റോയൽ ഡ്രൈവ് സ്പോൺസർ ചെയ്യുന്ന കാർ ഹണ്ടിൻ്റെ ഈ ഒരു അധ്യായം ഇതൊരു ചരിത്ര അധ്യായമായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ആ ഒരു മൊമെന്റിലാണ് ഞാൻ നിൽക്കുന്നത്. ഭാഗ്യം ഇവിടെ അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.